രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞു ഗസ്ലുൽ യദൈനി മഅൽ മുർഫഖൈൻ. മുഖം കഴുകിയാൽ രണ്ടാമത്തെ കാര്യം, വാജിബായ രണ്ടാമത്തെ കാര്യം രണ്ട് കൈകളും കഴുകലാണ്. മഅൽ മുർഫഖൈനി, രണ്ട് കൈകളും കഴുകുമ്പോൾ ഏതുകൂടി ഉൾപ്പെടണം? കൈയിൻ്റെ മുട്ടുകൾ കൂടി ഉൾപ്പെടണം. എന്താണ് അതിനുള്ള തെളിവ്? ഖുർആനിലെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി. നിങ്ങളുടെ കൈകൾ, നിങ്ങൾ മുട്ടുകൾ വരെ കഴുകണം. മുട്ടുകൾ വരെ എന്നാണ് അവിടെ ഉദ്ദേശം, മുട്ട് ഉൾപ്പെടെ എന്നാണ്. ഇല എന്ന വാക്ക് ചില സന്ദർഭങ്ങളിൽ മഅ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്ത ഹദീസിൽ കാണാം, ثم غسل يده اليمنى إلى المرفق 3 مرات. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വുദു എടുത്ത സന്ദർഭത്തിൽ തൻ്റെ കൈ മുട്ടുവരെ 3 തവണ കഴുകി എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. മറ്റു ചില ഹദീസുകളിൽ കാണാം വഅശ്റഅ ഫിൽ അദുദി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ കഴുകിയപ്പോൾ അവിടുത്തെ അദുദിൽ പ്രവേശിച്ചു. അദുദ് എന്നാണ്, ഇതിനാണ് അദുദ് എന്ന് പറയുക. എന്തായാലും പറയാം അദുദിന് ഈ ഭാഗത്തിൽ എന്താ പറയാ? എല്ലാവരും എന്താ മസിൽ കാണിക്കുന്ന സ്ഥലം? കൈപ്പടല്ലോ, കൈപ്പലക. കൈപ്പലക എന്നറിയാം, അറിയില്ല, ചില സമയത്ത് വാക്ക് മറന്നു പോകും. ഇതിനാണ് അദുദ് എന്നറിയാം. മനസ്സിലായില്ലേ? അറിയില്ല, ഒരാൾക്കറിയില്ലേ? എല്ലാവരും മസിൽ കാണിക്കണേ. അതിലേക്ക് കടക്കണം. ഇത് മുഖം കഴുകണം എന്നല്ല, ഇതിലേക്ക് പ്രവേശിക്കണം, ഇവിടേക്ക് കയറണം. എന്തുകൊണ്ടാണത്? ഇസ്ലാമിലെ ഖാഇദകളിൽപ്പെട്ടതാണ്, അടിത്തറകളിൽപ്പെട്ടതാണ്. മാ ലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. നിർബന്ധമായ ഒരു കാര്യം ചെയ്യാൻ, അത് എത്തിപ്പിടിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ വാജിബാണ്. മുട്ട് ഉൾപ്പെട്ടു എന്ന് നിനക്ക് ഉറപ്പാകണമെങ്കിൽ നീ എന്ത് ചെയ്യണം? മുട്ടിൻ്റെ കുറച്ച് മേലേക്ക് കഴുകണം, എന്നാലും നിനക്ക് ഉറപ്പാവും, അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ വാജിബ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന ഉറപ്പ് ലഭിക്കണമെങ്കിൽ വാജിബിൻ്റെ തൊട്ടപ്പുറത്തേക്ക് കൂടി കഴുകിയാൽ ഉറപ്പായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദുദിലേക്ക്, അവിടുത്തെ കൈമുട്ടിനു മുകളിലേക്ക് അവിടുന്ന് കഴുകി എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. കൈകൾ കഴുകുമ്പോൾ ചില ആളുകൾ കൈത്തണ്ട മുതലാണ് കഴുകി തുടങ്ങുക. ഇങ്ങനെ കൈത്തണ്ട അവിടെ, അതല്ല വേണ്ടത്. മറിച്ച് കൈയിൻ്റെ വിരലുകളടക്കം, കൈപ്പത്തി അടക്കം കഴുകിക്കൊണ്ട് അവൻ കൈയിൻ്റെ മുട്ടുകൾ ഉൾപ്പെടെ കഴുകണം. ചില ആളുകൾ ചോദിക്കും, നമ്മൾ വുദു തുടങ്ങിയപ്പോൾ ആദ്യത്തിൽ കൈപ്പത്തി കഴുകിക്കണല്ലോ, പിന്നെ എന്തിനായി നീ വീണ്ടും കഴുകുന്നത്? ആദ്യം കൈപ്പത്തി കഴുകിയത് സുന്നത്താണ്, ഇപ്പോൾ കഴുകുന്നത് വാജിബാണ്. വാജിബായ കഴുകൽ അത് നിനക്ക് പൂർത്തീകരിക്കണമെങ്കിൽ നിന്റെ കൈയിൻ്റെ വിരലുകൾ മുതൽ എവിടെ എത്തണം? മുട്ടു ഉൾപ്പെടെ കഴുകണം. അദ്ദേഹം പറഞ്ഞു തഖ്ലീലുൽ അസാബിഅ്, വിരലുകൾ കോർത്ത് കഴുകുക എന്നതും വാജിബാണ്. അത് ഗ്രന്ഥകാരന്റെ അഭിപ്രായമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അസ്ബിഗിൽ വുദൂഅ വഖല്ലിൽ ബൈനൽ അസാബിഅ്. വുദൂ നീ പൂർണ്ണമായി എടുക്കുക, അതോടൊപ്പം വിരലുകൾക്കിടയിൽ കോർത്ത് കഴുകുക. വിരൽ കോർത്ത് കഴുകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഈ കൈ കഴുകുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അല്ലേ, ഇതാണ് കോർത്ത് കഴുകാന്ന്. ഈ പറഞ്ഞത് അല്ലാഹു അലം സുന്നത്താണ് എന്നതാണ് വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഖാഇദ പ്രകാരം, നേരത്തെ പറഞ്ഞ അടിത്തറ പ്രകാരം, എന്താ നേരത്തെ പറഞ്ഞ അടിത്തറ? മാ ലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. വാജിബായ ഒരു കാര്യം നിർവഹിക്കാൻ മറ്റൊരു കാര്യം അത്യാവശ്യമായി ചെയ്യണമെങ്കിൽ അതുകൂടി നിർബന്ധമാവും. ഉദാഹരണത്തിന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കാൻ ജമാഅത്തിന് വരിക എന്നത് വാജിബാണ്. നിസ്കാരത്തിന് മസ്ജിദിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നടക്കണം. അപ്പൊ നടത്തം വാജിബാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്?
ഇതിനാണ് മാ ലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്ന് പറയുക. ഒരാൾ ചോറുന്നതിൻ്റെ വിധി എന്താ വിധി? നിർബന്ധമുണ്ടോ ചോറുന്നാൻ? ചോറ് തിന്നണോ നിർബന്ധമായിട്ടും? എൻ്റെ ഉദ്ദനിയല്ലേ, വേണമെങ്കിൽ തിന്നാൽ മതി അല്ലേ. പക്ഷെ ഒരാൾ മരിക്കാൻ കിടക്കുകയാണ്, ഇത് തിന്നിട്ടില്ലെങ്കിൽ മരിച്ചു പോകും. എപ്പോഴോ? നിർബന്ധമാണ്, അപ്പോൾ നിർബന്ധമാണ്. ഇതുപോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം കൈകൾക്കിടയിൽ കോർത്ത് കഴുകിയിട്ടില്ലെങ്കിൽ, അവൻ്റെ കൈ പൂർണ്ണമായും നനയില്ലെങ്കിൽ അവൻ കൈകൾ കോർത്ത് കഴുകുക എന്നുള്ളത് വാജിബാണ്. പ്രത്യേകിച്ചും തടിച്ച ആളുകൾ, നല്ല തടിയുള്ള ആളുകളാണെങ്കിൽ കൈകളുടെ വിരലുകൾ പറ്റി പിടിച്ചിരിക്കും. അപ്പം അതിൻ്റെ ഇടയിലേക്ക് വെള്ളം കയറണമെങ്കിൽ ഓരോ വിരലിൻ്റെ ഇടഭാഗവും അവനെന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ സുന്നത്തുകളിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ സുനനുൽ ഫിത്ര അതിൻ്റെ ഭാഗമായി എണ്ണിയ കാര്യമാണ് കൈയിൻ്റെ ഈ മടക്കില്ലേ കേട്ടോ അല്ലേ, ഇവിടെ തേച്ച് കഴുകാൻ. ഓരോ മടക്കുകളും തേച്ച് കഴുകുക എന്നത് സുനനുൽ ഫിത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കാര്യമാണ്.